കള്ള് മലയാളിക്ക് വെറുമൊരു പാനീയമല്ല, വൈകാരികമായൊരു അടുപ്പം കള്ളിനോടും കള്ള് ഷാപ്പുകളോടും നമുക്കുണ്ട്. ഷാപ്പ് കഥകളും ഷാപ്പ് പാട്ടുകളും ഷാപ്പ് കറികളും മലയാളികൾക്ക് മാത്രം സ്വന്തമായ കാര്യങ്ങളാണ്. കള്ളിന് നല്ല കാലം വരാൻ പോകുന്നു. സംസ്ഥാനത്ത് ടൂറിസം കേന്ദ്രങ്ങളിൽ കള്ള് പാർലറുകൾ വരുന്നു. കേരള കള്ള് വ്യവസായ വികസന ബോർഡാണ് പാർലറുകൾ സ്ഥാപിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം ഗുണനിലവാരമുള്ള കള്ളുകളാകും എത്തുക. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേരള കള്ള് വ്യവസായ വികസന ബോർഡ് സ്ഥാപിക്കുന്നതിന് വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇതിന്റെ ഭാഗമായി ബോർഡ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. UP ജോസാണ് ബോർഡ് ചെയർമാൻ. കേരളത്തിലെ കള്ളുക്ഷാമം പരിഹരിക്കുന്നതിനും ബോർഡ് നീക്കം നടത്തുന്നുണ്ട്. ഇതിനായി അത്യുൽപാദന ശേഷിയുള്ള കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങുകൾ നട്ടുപിടിപ്പിക്കും. ആവശ്യമായ അളവിലുള്ള കള്ള് ടാപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ തെങ്ങുകളുടെയും ഈന്തപ്പനകളുടെയും എണ്ണം ലഭ്യമല്ലാത്തതാണ് പ്രധാന വെല്ലുവിളി. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തുടക്കത്തിൽ ഓരോ ജില്ലയിലും ഓരോ താലൂക്കിലും കള്ള് ചെത്തു തോട്ടങ്ങൾ സ്ഥാപിക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശികമായി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സംസ്ഥാനത്തുടനീളം ടാപ്പ് ചെയ്യാവുന്ന തെങ്ങുകൾ വെച്ച് പിടിപ്പിക്കും. ഇതിനായുള്ള ശ്രമങ്ങളും ബോർഡ് നടത്തിവരികയാണ്. തൊഴിലാളികളുടെ ക്ഷേമം സംരക്ഷിച്ചുകൊണ്ട് ഈ മേഖലയെ സംഘടിപ്പിക്കാനും വികസിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ബോർഡ് ലക്ഷ്യമിടുന്നത്. ഉപഭോക്താക്കൾക്ക് പ്രകൃതിദത്ത കള്ളിന്റെ ലഭ്യത ഉറപ്പാക്കുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിനുള്ള പ്രോജക്റ്റുകൾ ആരംഭിക്കുക, വ്യവസായത്തെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ നിലനിർത്തിക്കൊണ്ട് ഘടനാപരമായ ചട്ടക്കൂട് സ്ഥാപിക്കുക എന്നിവയാണ് ബോർഡിന്റെ പ്രധാന ചുമതലകൾ. നിലവിൽ സംസ്ഥാനത്ത് എത്ര കള്ള് ചെത്തുന്നു എന്നതിന് കൃത്യമായ കണക്കില്ല. 2021 കേരള കള്ള് വ്യവസായ വികസന ബോർഡ് ബിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് എക്സൈസ് വകുപ്പ് ലിറ്ററിന് 2 രൂപ വീതം പിരിച്ചെടുത്തിട്ടും പാലക്കാട്ട് നിന്നും മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്ന കള്ളിന്റെ കണക്ക് മാത്രമാണ് സർക്കാരിന്റെ പക്കലുള്ളത്. ഈ മേഖലകളിൽ ടാപ്പ് ചെയ്യുന്ന കള്ളിന്റെ കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും ആശ്രയിക്കുന്നത് കള്ള് ഷാപ്പ് ഉടമകൾ കേരള കള്ള് ചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് നൽകുന്ന കണക്കുകൾ മാത്രമാണ്. കേരള കള്ള് വ്യവസായ വികസന ബോർഡ് സ്ഥാപിതമായതോടെ ഇനി മുതൽ കൃത്യമായ കണക്കുകൾ സർക്കാരിന് ലഭിക്കും. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്ത് ഒഴികെയുള്ള ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്ന കള്ളിന് എക്സൈസ് വകുപ്പ് ഈടാക്കുന്ന 2 രൂപ സെസ്സിൽ 1 രൂപ ബോർഡിനുള്ളതാണ്. 3 വർഷത്തിനിടെ എക്സൈസ് വകുപ്പിന് 19 കോടി രൂപയാണ് ഇതുവഴി ലഭിച്ചത്. ധനവകുപ്പിന്റെ അംഗീകാരം ലഭിക്കുന്നതുവരെയാണ് ഈ കൈമാറ്റം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കാനാണ് ബോർഡിന്റെ പ്രഥമ പരിഗണനയെന്ന് ചെയർമാൻ ജോസ് പറഞ്ഞു. കേരളം കള്ളിനായി ക്ഷാമം നേരിടുന്നുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ തുടങ്ങിയ കാരണങ്ങളാൽ ചിലപ്പോൾ കള്ള് പൂർണ്ണമായി വിൽക്കാൻ കഴിയില്ല. ദിവസേന അധികമായുള്ള കള്ള് നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് നിലവിലെ പ്രോട്ടോകോൾ. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് കള്ളിൽ നിന്ന് പ്രകൃതിദത്ത വിനാഗിരി പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള അവസരങ്ങൾ ബോർഡ് പരിശോധിക്കുമെന്നും ജോസഫ് കൂട്ടിച്ചേർത്തു.